സന്ദർശക വിസ നിയമങ്ങൾ കർശനമാക്കി UAE. സന്ദർശക വിസ ലഭിക്കാൻ റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ ബുക്കിംഗ് രേഖകളും നിർബന്ധമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സന്ദർശക വിസയിലെത്തി നാട്ടിലേക്ക് മടങ്ങാത്തവരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് നിയമങ്ങൾ കർശനമാക്കാൻ UAE തീരുമാനിച്ചത്. കൂടാതെ സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് 3000 ദിർഹം ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിലോ ഉണ്ടായിരിക്കണമെന്നും പുതുക്കിയ വിസാ ചട്ടങ്ങളിൽ പറയുന്നു. ഒപ്പം റിട്ടേൺ ടിക്കറ്റ് സംബന്ധിച്ച വിവരങ്ങളും അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട്. സന്ദർശക വിസയിലെത്തുന്നവർ തിരിച്ചു പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനാണിത്. കൂടാതെ സന്ദർശക വിസയിൽ UAEയിലെത്തുന്നവർ തങ്ങളുടെ താമസ സ്ഥലം സംബന്ധിച്ച രേഖകളും അപേക്ഷയ്ക്കൊപ്പം നൽകണം. ഹോട്ടൽ ബുക്കിംഗ് രേഖകൾ, UAEയിൽ താമസിക്കുന്ന ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കത്ത് എന്നിവയും ഇക്കൂട്ടത്തിൽ നൽകാവുന്നതാണ്. യാത്ര ചെയ്യുന്ന തീയതി മുതൽ 6 മാസത്തെ സാധുതയുള്ള പാസ്പോർട്ടും വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ കൈവശമുണ്ടായിരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. വിസ അനുമതി ലഭിക്കാൻ ഹോട്ടൽ ബുക്കിംഗ് രേഖകൾ, റിട്ടേൺ ടിക്കറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ അപേക്ഷ നൽകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരുമെന്ന് ട്രാവൽ ഏജന്റുമാർ ഗലീജ് ടൈംസിനോട് പറഞ്ഞു. വിസയ്ക്കായി അപേക്ഷിക്കുന്ന സമയത്താണ് ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ടതെന്ന് UAEയിലെ ട്രാവൽ ഏജന്റുമാർ വ്യക്തമാക്കി. വിസാനുമതി സുഗമമാക്കുന്നതിനും ഈ രീതി സഹായിക്കുന്നുവെന്ന് ഏജന്റുമാർ പറഞ്ഞു. സങ്കീർണതകൾ ഒഴിവാക്കാൻ അപേക്ഷകർ ബന്ധപ്പെട്ട രേഖകളുമായി തങ്ങളുടെ ട്രാവൽ ഏജന്റുമാരെ സമീപിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. നിലവിലെ ഈ നിർദ്ദേശങ്ങൾ കർശനമാക്കാൻ തന്നെയാണ് UAE തീരുമാനിച്ചിരിക്കുന്നത്. മതിയായ രേഖകൾ സമർപ്പിക്കാത്ത യാത്രക്കാരെ ഫ്ലൈറ്റിൽ വെച്ചോ അല്ലെങ്കിൽ ദുബായിലെത്തുന്ന സമയത്തോ തടഞ്ഞുവെക്കുമെന്നും അധികൃതർ പറഞ്ഞു. UAE സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുവദിച്ചു വരുന്ന വിസയാണ് സന്ദർശക വിസ. വ്യക്തിപരമായ ബിസിനസ് ആവശ്യത്തിനോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കാണാനെത്തുന്നവർക്ക് സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കാം. GCC രാജ്യങ്ങളിലെ പൗരന്മാരല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ സന്ദർശക വിസ. ഇതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് വിമാനയാത്ര ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട സാധനങ്ങളുടെ പട്ടിക അധികൃതർ പുറത്തുവിട്ടു. അച്ചാർ, നെയ്, കൊപ്ര തുടങ്ങിയ പദാർത്ഥങ്ങളാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എണ്ണമയമുള്ളതിനാൽ ക്യാബിൻ ലഗേജിൽ നെയ്യ്, വെണ്ണ എന്നിവ കൊണ്ടുപോകുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെക്ക്ഡ് ഇൻ ലഗേജുകളിൽ 5 കിലോഗ്രാം വരെ നെയ്യ് കൊണ്ടുപോകാൻ കഴിയുമെന്ന് BCAS അറിയിച്ചു. മുളകച്ചാർ ഒഴികെയുള്ള അച്ചാറുകൾ ചെക്ക് ഇൻ ലഗേജിലും ക്യാരി ഓൺ ലഗേജിലും കൊണ്ടുപോകാൻ കഴിയുമെന്ന BCAS പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. എന്നാൽ എയർപോർട്ട് എയർലൈൻ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ചെക്ക് ഇൻ ലഗേജിൽ അച്ചാറുകൾ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണമുണ്ട്. മസാലപ്പൊടികൾ ക്യാബിൻ ലഗേജിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്നാൽ ചെക്ക് ഇൻ ബാഗേജിൽ അവ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണമില്ലെന്ന് BCAS പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. BCAS 2022 മാർച്ചിൽ വിമാനയാത്രയിൽ കൊപ്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. യാത്രക്കാർ തങ്ങളുടെ ചെക്ക് ഇൻ ബാഗേജുകളിൽ കൊപ്ര ഉൾപ്പെടുത്തുന്നതിനും നിയന്ത്രണമുണ്ട്. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ചെക്ക് ഇൻ ബാഗിലോ ക്യാരി ഓൺ ബാഗിലോ സിഗരറ്റുകൾ കൊണ്ടുപോകുന്നത് BCAS കർശനമായി നിരോധിച്ചിട്ടുമുണ്ട്.